C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഓ, അത് ആക്സിഡന്റിൽ നഷ്ടമായെന്ന് തോന്നുന്നു അല്ലേ ശ്രീലക്ഷ്മി? അങ്ങനെ നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടുത്തുന്നവളല്ല നമ്മള്. കണ്ട കണ്ട ഗായത്രിയമ്മേ, നാളെ പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. ശരി തിരുമേനി. അങ്ങനെ ആകട്ടെ. എന്തിനാമേ പൂജയൊക്കെ? ഒരു ഗണപതി ഹോമം നടത്തണം മോനെ. ഇനി എന്തെങ്കിലും വിഘ്നങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഇതോടെ മാറണം. ശ്രീലക്ഷ്മി മോള് മരണത്തിൽ നിന്നും തിരിച്ചു വന്നതല്ലേ? ആഹാ, എന്ത് എന്താ പറഞ്ഞേ? മരണോ? ഈ കൺമണിക്കോ? അല്ല, നിങ്ങളെല്ലാരും കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ കൺമണിക്ക് ഒന്നും പറ്റില്ല എന്ന് പറയായിരുന്നു. ശ്രീലക്ഷ്മി വന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം എന്നും ഇവിടെ ഉണ്ടാകണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ സന്തോഷം എന്നും ഉണ്ടാകും. നിങ്ങൾ ചെല്ല്. ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലേ, കുറച്ചു നേരം വിശ്രമിക്ക്. ചെല്ലു മോളെ. എവിടെയാ ശന നമ്മളെ മുറി? അല്ല, എന്താ ശ്രീലക്ഷ്മി വിളിച്ചത്? ആശാനെന്നോ? ആശാൻ. ആശാൻ എന്ന് പറഞ്ഞ സാറ്. സാറിന്റെ മലയാളം വാക്കാണ് ആശാൻ. ഇതൊന്നും അറിയില്ലല്ലേ? എപ്പോഴും സാറെന്നല്ലേ വിളിക്കുന്നത്. വല്ലപ്പോഴും മലയാളത്തില് ആശാനെന്ന് വിളിക്കാം. അല്ല, രേഖ ഭർത്താവിനെ എന്താ വിളിക്കുന്നത്? രഘു. എന്റെ ആയിരവല്ലി തമ്പുരാനെ, സ്വന്തം ഭർത്താവിന്റെ പേരാണ് വിളിക്കണത്. അങ്ങനെ വിളിച്ചൂടാ. അതെങ്ങനെ? ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? വളർത്തു ദോഷം. ആശാ ആശാനെ. വാ. അപ്പൊ അമ്മ ഈ പറഞ്ഞു വരുന്ന എന്താ? ഇപ്പൊ ഇവിടെ കയറി വന്നത് ശ്രീലക്ഷ്മി അല്ലെന്നാണോ? ഒരു സംശയം.
നിനക്കെന്താ തോന്നുന്നേ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അമ്മ കണ്ടതൊക്കെ തന്നെയല്ലേ ഞാനും കണ്ടത്. പക്ഷേ ഇവിടുന്ന് പോയ ശ്രീലക്ഷ്മി അല്ല തിരികെ വന്നിരിക്കുന്നത്. അമ്മ ചോദിച്ച ചോദ്യം ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവളുടെ ഭാവത്തിലും ഭാഷയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അവളുടെ കഴുത്തി കിടക്കുന്ന ശംഖമാല അതേതോ ആദിവാസികൾ ഇടുന്ന പോലെയുണ്ട്. അതങ്ങനെ സംശയത്തിൽ നിർത്താനുള്ള വ്യത്യാസങ്ങളല്ല മോളെ. ഒന്നുകിൽ ഇതാണ് ശരിക്കും ഇപ്പോഴിവിടെ വന്ന അവളുടെ ക്യാരക്ടർ. നമുക്ക് പരിചയമുള്ള ശ്രീലക്ഷ്മി ഒരുപക്ഷെ അവൾ ഇവിടെ അഭിനയിച്ച് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്. കാരണം അങ്ങനെയൊരു നാടകമാണ് ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകർ രവിയും രാജാറാമുമാണ്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. നമ്മൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും അവളെ മുൻകൂട്ടി ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര പോയ ആളായിട്ടല്ല അവള് മടങ്ങി വന്നിരിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. എന്തായാലും കൊള്ളാം. അവളുടെ ചില ചോദ്യങ്ങളും ചില സമയത്ത് നോട്ടങ്ങളും. അമ്മേ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അസ്ഥാനത്താവോ? സ്ഥാനവും അസ്ഥാനവും നിശ്ചയിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവൃത്തി പോലിരിക്കും. എന്തായാലും ചാടിക്കേറി ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാതിരിക്കുന്നതാ ബുദ്ധി. എങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീഴ്ചയോടെ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂ? ബ്രദറിൻലോ പറഞ്ഞതുപോലെ ആ വീഴ്ചയിലെ ഇവളുടെ തല നല്ലപോലെ എവിടെയോ ഇടിച്ചിട്ടുണ്ട്. അതോടെ ഉണ്ടായിരുന്ന കിളികളും പറന്നുപോയെന്നാ എനിക്ക് തോന്നുന്ന. ഒന്നുറപ്പാണ്, ആ അപകടത്തിൽ വേറെ ആരും അറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. രവി, രാജാറാം, ശ്രീലക്ഷ്മി ഇവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന്. അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.